അല്ലല്ല അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇതൊക്കെ ഡിപ്പെൻസ് ഓൺ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഈ സംവിധായകനുമായിട്ടുള്ള ഇൻട്രാക്ഷൻ, അല്ലെങ്കിൽ ആ സിനിമ, അല്ലെങ്കിൽ അതിൻ്റെ ഡിപ്പെൻസ് ഓൺ ദ പ്രൊജക്റ്റ്, അല്ലെങ്കിൽ മൊത്തത്തിലുള്ള ഇവരുമായിട്ടുള്ള, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നമുക്കൊരു ഈ സെറ്റിൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മളൊരു കംഫർട്ടിൽ നിർത്തുക, അല്ല നമ്മളൊരു കംഫർട്ട് സോൺ ആയിരുന്നു ഈ സിനിമ എല്ലാവരും. പിന്നെ ഈ പ്രോജക്റ്റിനൊരു ഗുഡ് വിൽ ഉണ്ട്. എന്തൊക്കെ പറഞ്ഞാൽ, ഞാൻ തുടക്കം മുതലേ കൈയൊടിഞ്ഞു കാലൊടിഞ്ഞു അതൊക്കെ ഒഴിച്ചു കഴിഞ്ഞാൽ ഈ സിനിമക്കൊരു ഗുഡ് വിൽ ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. നമ്മൾ ഭയങ്കര ഹാപ്പിലി ചെയ്ത സിനിമയാണ് എന്തൊക്കെ പറഞ്ഞാൽ. അപ്പോൾ അത് ഭയങ്കര ടെൻഷൻ അടിച്ചോ, നമ്മൾ ഭയങ്കര ഒരുപാട് പ്രശ്നങ്ങൾക്കിടയിൽ ചെയ്ത സിനിമയൊന്നുമല്ല. ഭയങ്കര സന്തോഷിച്ച് ഇപ്പോൾ വർഷങ്ങൾക്ക് ശേഷം ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മൾ നല്ല സിനിമകൾ വരുന്ന സമയത്ത് അതിനൊക്കെ അതിൻ്റെ പുറകിലുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഹാപ്പി ആയിട്ട് നമ്മൾ സിനിമ ചെയ്യുക, നമ്മൾ ആസ്വദിച്ച് സിനിമ ചെയ്യുക എന്നുള്ളത്. ചില സിനിമകൾ അങ്ങനെ ചെയ്യാനുള്ള ചുറ്റുപാടും സാഹചര്യം നമുക്ക് ഉണ്ടാവാറില്ല. അങ്ങനെ ഒരു ചുറ്റുപാടും സാഹചര്യം ഈ സിനിമക്ക് ഉണ്ടായിരുന്നു. അതിൻ്റെതായിട്ടുള്ള ഗുണങ്ങൾ, അങ്ങനെ ഒരു ഗുഡ് വിൽ ഈ സിനിമക്ക് ഉണ്ടായിരുന്നു. ഓക്കെ, അത് വേറെ രീതിയിൽ എങ്ങനെ ആലോചിച്ചാലും ശരി.